ഹലോ വില്ലി 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 ഉണ്ടോ റേഡിയോയില്? ഇല്ല ഇല്ലല്ല വില്ലി ഇല്ല റേഡിയോയില്. എവിടെ നമ്മളോട് ചുമ്മാ ഇങ്ങോട്ടേക്ക് വന്നിട്ട് ഓസി പറഞ്ഞോണ്ടിരിക്കും. എന്ത് കാര്യം? എത്ര ഉണ്ട് ഇത് കൊണ്ടോ ലാഗടി കണ്ണെടുത്ത പണിക്കോന്നാ ചന്തി അടിക്കാൻ പോയി കേട്ടാ. എടാ അതെ എല്ലാരും ഇച്ചിരി മാറി മാറി നിന്ന് കേട്ടാ. കണ്ണെടുത്ത പൊട്ടിക്കുമ്പോഴാണുണ്ടേ. നോക്കിക്കണമാരെ എല്ലാരും കണ്ണെടുത്തിണ്ടാ. എല്ലാരും കണ്ണെടുത്ത് നിൽക്കുന്നുണ്ട്. തീടിയവന്റെ പുറത്ത് നിൽപ്പുണ്ട്. നമ്മുടെ ഇവിടെ ആൾക്കാരില്ല, എല്ലാരും ഇല്ലേ? ഞങ്ങള് വൈറ്റ് ഡിഫൻഡർ ആണ്. ഈ ക്വാർട്ടർ എന്താ വൈറ്റ് ഡിഫൻഡർ ഇവിടെ ഇറങ്ങ് കാർലോ ചേട്ടാ. ഇവിടെ വാ. ഇവിടെ നിറച്ചാളാണ് മാർക്കില്. ഞാൻ മാർക്ക് ചെയ്തിടത്ത് നിറച്ചാളാണ് അവര്. ഈ പുല്ലിന്റെ ഉള്ളിൽ ഇരിപ്പുണ്ട്. വൈറ്റ് ഡിഫൻഡറിന്റെ പുല്ലിനുള്ളിൽ നീ ഒന്ന് പോടാ അവിടുന്ന് വണ്ടി എടുത്ത് പോടാന്ന് പറഞ്ഞിട്ട് ഒരുമാതിരി മൂഞ്ചിയെ പോണം. T47 എന്നിട്ട് എന്നോട് കടന്ന് ചുമ്മാ കടന്ന് കൊണക്ക്. ഞാൻ പറഞ്ഞു എടാ വില്ലി ഒന്ന് പറഞ്ഞു ഇതാക്കിക്കോന്ന് പറഞ്ഞു. അപ്പോഴും അവന്മാര് വെറുതെ വന്നിട്ട് നീ ആരെന്നൊക്കെ പറഞ്ഞു വെറുതെ കടന്നു. ഇങ്ങ വന്നേടാ വില്ലി ഇങ്ങ വന്നേ. എടാ മൈക്ക് എന്റെ കൂടെ ഉണ്ടായിരുന്നേ. മൈക്ക് എവിടാ? മൈക്ക് ഇങ്ങ വന്നേ. എല്ലാരും ആരാ തല്ലിയവനാരെന്നെ? ഏത് പുണ്ടച്ചി മോനായില്ല അവന്റെ സ്കൂബി. അവനോട് കൂട്ടി കടന്നു വരക്കാൻ പറ പെല്ലയാടിമൻ. എടാ മൈക്ക് കണ്ടു നിക്കടാ. മൈക്ക് കണ്ടു ചുമ്മാ ഇവന്മാര് ഇവിടെ ആളെണ്ണം കൂടുതലാ പറഞ്ഞിട്ട് ചുമ്മാ വന്നിട്ട് എന്നെ ഇങ്ങോട്ട് വന്ന് വളഞ്ഞു വന്ന് ഇടിച്ചിട്ട് എന്നോട് വന്ന് കൊണക്കുക. അല്ല തട്ടിയത് ഇങ്ങോട്ടേക്ക് എന്നിട്ട് മൊയല് ഇങ്ങോട്ടേക്ക് തട്ടിയത്. അല്ല തെരുവിളിച്ച് നമ്മളിടയിലല്ലേ നിക്കുന്നേ. എന്താ ആദ്യമായിട്ട് വിളിക്കുന്നത് ഇവിടെ? എന്റെ പൊന്നളിയാ അവരാൾക്കാരെ ആരും ഇവിടെ അല്ല. നമ്മുടെ ആൾക്കാരല്ലേ ഇവിടെ നിക്കുന്നേ. ഇതെന്ത് പൊന്ന് ഇതൊക്കെ കേൾക്കും. ഇത് കിക്ക് ചെയ്ത് അഡ്മിനോടെ മേളിൽ വല്ലതും ഉണ്ടോ? കേൾക്കുന്നില്ല. അഡ്മിൻ വന്ന് ചോദിച്ചു. ഇത് പറഞ്ഞിട്ട് കാര്യമുള്ളൂ. എന്നാ എല്ലാ അടിച്ചെങ്കിൽ അമ്മയെ പറഞ്ഞ തിരിച്ച് അടിച്ചിട്ട് അവന്മാര് എന്നിട്ട് പിന്നെയും തിരിച്ചു വന്നിട്ട് പിന്നെയും വണ്ടി തന്നെ അടിച്ചപ്പോ മയില് പറഞ്ഞു ബ്രോ അത് ഇച്ചിരി അഹങ്കാരല്ലേ അങ്ങനെ വന്ന് അടിക്കാന്ന് പറഞ്ഞു. അപ്പൊ അവരപ്പണ്ണ റോങ് ആയി. നീ എന്താ അങ്ങനെയൊക്കെ പറയുന്നതൊക്കെ പറഞ്ഞു ഇവർ കൊടുക്കത്ത റോങ്. അപ്പൊ എന്നിട്ട് അപ്പുറം പിന്നെ മൊയില് ആദ്യം പറഞ്ഞു ബ്രോ ഇങ്ങനെ റോങ് ആവില്ലേ ഞാൻ മര്യാദ സംസാരിച്ചെന്ന് പറഞ്ഞപ്പോ അവർ കുറച്ച് ഡാർക്കായിട്ട് സംസാരിച്ച്. പിന്നെ മൊയിലിന് പൊട്ടി. ഇവിടെ നിക്കണ ഓക്കെ. ഹലോ ഹോക്കി പറയാ. ഫസ്റ്റ് അടുത്ത് ഒരു സിറ്റുവേഷൻ ആയിരുന്നു. എന്റെ കൂടെ ആയിരുന്നു. അപ്പം നമ്മുടെ ഗ്യാങ് മെമ്പറിനെ ഒരാളെ നിങ്ങൾ കൊന്നായിരുന്നു. അപ്പം അതിന്റെ പേരിൽ നമുക്കൊരു ഓപ്പൺ വാർ സംഭവിച്ചു. അതിന് നമ്മൾ ഡൗൺ ആയി. 2 3 4 5 6 കൂടി ഒന്ന് പറഞ്ഞിരുന്നെങ്കിൽ. കൊന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും കൊണയായിരുന്നു. കറക്റ്റ് ആയിട്ട് പറയുമ്പോ ഇല്ല ഞാൻ ആ മൊയലിനെ കൊണ്ടുവരുമായിരുന്നു. അവന്റെ സിറ്റുവേഷൻ അല്ലേ. നമ്മൾ ഇടിച്ചോ അതോ ഇങ്ങോട്ട് വന്നിടിച്ചോ? നിങ്ങൾ ഇടിച്ചു. നമ്മൾ ഇടിച്ചല്ലേ? അവന്റെ പിഒയിൽ നിങ്ങൾ ഇടിച്ചു. അവൻ അതിൽ കൊണച്ചപ്പോൾ നിങ്ങൾ അവനെ അടിച്ചിട്ടപ്പോൾ നമുക്കത് എന്തായാലും ഗ്യാങ് മെമ്പർ അടിച്ചിട്ടാ നോക്കിയിരിക്കാൻ പറ്റത്തില്ല. എന്തായാലും നമ്മൾ ഓപ്പൺ വാർ എടുത്തു, തോറ്റു. ബാർ വിളിക്കാണ്ട് നിൽക്കുക. ബാറ് എന്താണെന്ന് വെച്ചാൽ ഇപ്പൊ ടൈം വെച്ചാൽ അത് പറഞ്ഞു നമുക്കൊന്ന് സെറ്റ് ആവാനേ ഒരു 15 മിനിറ്റ്
വേണം, 15-20 മിനിറ്റ് വേണം. അത് കഴിഞ്ഞിട്ട് നമ്മൾ വാർ വിളിക്ക്. ഒരു 20 മിനിറ്റ്സ് മാക്സിമം. ആ സെറ്റ് ആവാനുള്ള ഒരു സമയം വേണം, അത്രേ ഉള്ളൂ. അതാ പറഞ്ഞത് 20 മിനിറ്റ്സ് തന്നിട്ടുണ്ട്. 20 മിനിറ്റ്സ് എടുത്തോ, 20 മിനിറ്റ്സ് ഇതാക്കി മതി, വിളിച്ചാൽ മതി. 20 മിനിറ്റ്സിൽ അക്സെപ്റ്റ് ആക്കണം കേട്ടോ. ആ നിങ്ങൾ 20 മിനിറ്റ്സ് കഴിഞ്ഞിട്ടേ വാർ വിളിക്കാൻ പാടുള്ളൂ. ഓക്കെ ഓക്കെ അല്ല നിങ്ങൾ വിളിക്കണം. ഓക്കെ ഓക്കെ. നമ്മള് അതിനനുസരിച്ച് അക്സെപ്റ്റ് 20 മിനിറ്റ്സ് കഴിഞ്ഞാ നമ്മൾ നോക്കത്തില്ല. ഓക്കെ അതെന്താ ഇറങ്ങി പോവാൻ നിൽക്കുകയാണോ? ഇല്ല ഇറങ്ങി പോകേണ്ട ആവശ്യം നമുക്കില്ല ബ്രോ, അതിന്റെ ആവശ്യമൊന്നുമില്ല. ഓക്കെ ഓക്കെ. അപ്പൊ നമ്മള് വിളിച്ചോളാം. നമ്മൾ ഈ ടൈം മാനേജ്മെന്റ് ഒക്കെ നോക്കുന്നു. അപ്പൊ ടൈം അപ്പാപ്പന്റെ ആളാണല്ലേ? ബ്രോ ഈ ടൈം മാനേജ് നോക്കുന്ന നിങ്ങൾക്കാണ്. നമ്മൾ കുറച്ചേരം വെയിറ്റ് ചെയ്ത് നിങ്ങൾ ആള് കയറാണ്ട് ഇതെന്ന് പറഞ്ഞപ്പോ അല്ല അതൊക്കെ നമ്മള് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞേ. ബ്രോ ഒരു ലിമിറ്റ് ഉണ്ടല്ലോ. സിറ്റിയിലെ കുറച്ച് പ്രശ്നങ്ങളുണ്ട്. ഇവിടെ നിങ്ങൾക്ക് വേറെ പ്രശ്നമൊന്നും ഇനി ഉണ്ടാവത്തില്ലല്ലോ. അപ്പൊ പറയാൻ പറ്റത്തില്ലല്ലോ, സിറ്റിയല്ലേ ചിലപ്പോ. കരക്കില്ലേ? യെസ്, ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പൊ ഏതായാലും നിങ്ങൾ 20 മിനിറ്റുള്ളിൽ പോയിട്ടോ, വിളിച്ചാൽ മതി. അതെ, ഞങ്ങൾ വിളിച്ചോളാം. ഓക്കെ ഓക്കെ. ശരി. സിറ്റിയില് എടാ അവരിപ്പ ചെയ്യാൻ പോകുന്നേ പുറത്ത് പോയിട്ട് മറ്റേ കൂൾ ഡൗൺ ഇടും. ഉറപ്പാ കൂൾ ഡൗൺ ഇടാൻ ചാൻസ് ഉണ്ട്. അവരെന്താ റേഡിയോന്ന് ഇറങ്ങിയോ? നിങ്ങൾ ഏത് റേഡിയോലാ? 67. എന്താ പറയുന്നത് അവരെന്താ പറയുന്നത്? നമുക്ക് പറ്റത്തില്ല. ഇതാ ഞാൻ നേരത്തെ ഓ ഓക്കെ ഓക്കെ. അല്ലല്ല പറ്റത്തില്ലേ, കുഴപ്പമില്ല. ഇപ്പൊ നമുക്ക് കൂൾ ഡൗൺ ഉണ്ടോ? അപ്പൊ ഈ സിറ്റുവേഷൻ കഴിയില്ലേ? എടാ പറയടാ. ആ വേണ്ട അതിന്റെ ആവശ്യമൊന്നുമില്ല. എടാ ഇപ്പൊ നമുക്ക് കൂൾ ഡൗൺ ആണോ? കൂൾ ഡൗൺ ഒന്നും ഇട്ടിട്ടില്ലല്ലോ. ആ അപ്പൊ അടുത്ത സിറ്റുവേഷൻ എടുത്ത് കത്തിച്ചു കിട്ടോ. ആ മനസ്സിലായില്ല അവന്മാരെ സ്വഭാവം. മനസ്സിലായി. വെയിറ്റ് ആക്കണ്ട. മര്യാദ അവന്മാരെ തിരിച്ചു കാണിച്ചാ. ഇതാണ് പറഞ്ഞേ ഈ തന്തയിലെ നമ്മളോട് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ 9 വയസ്സിന് താഴെയുള്ള കുട്ടികൾ കളിക്കുന്ന സെർവർ അല്ലേ ഇവിടെ ഹലോ കേക്കാവോ? എടാ എന്തായിരുന്നു റീസൺ എന്താ? ബ്രോ നമ്മൾ ആദ്യം തന്നെ പറഞ്ഞായിരുന്നല്ലോ. അല്ല പേടിയാണോ? എന്താ പേടിച്ചിട്ടാണോ വാറടിക്കാത്ത? എന്താ പേടിച്ചിട്ടാണോ? 15 പേരെ വെച്ച് അടിച്ച് 15 പേരെ വെച്ച് അടിക്കാൻ പേടിയാണോ? എടാ നിന്നെയൊക്കെ വെയിറ്റ് ചെയ്ത് നിന്നില്ലേ കുറെ നേരം? അല്ലല്ല ഒരു സെക്കൻഡ്. നിനക്കൊക്കെ കയറണമെന്ന് പറഞ്ഞപ്പോ നമ്മള് നിന്ന് തന്നില്ലേ? 30 പേര് കയറാൻ നിന്നില്ലേ? നമ്മള് നിങ്ങളെ വെയിറ്റ് ചെയ്ത് തന്നില്ലേ? അപ്പൊ നിങ്ങൾക്ക് എന്താ ആ ഒരു മാനേജ് ഇല്ലേ? മറ്റേ കൂട്ടത്തോടെ വരാനായിരിക്കും. മറ്റേ പിപിനെ വിളിച്ചിട്ട് വരും. അയ്യേ ഇത്ര ഉറപ്പില്ലാത്തൊരു ഗ്യാങ് ഉണ്ട്. വെറും